വയസ്സനായ മഞ്ജുക്കോഴി അവന്റെ കൂടിലിരുന്ന് വിറയ്ക്കുകയായിരുന്നു. ഓ, എവിടെ പോയി ജുമ്മു മുന്നു? ഓ, ജുമ്മു മുന്നു, നിങ്ങൾ എവിടെ പോയി? മഞ്ജു അവന്റെ 2 പിള്ളേരെയും വിളിച്ചുകൊണ്ടിരുന്നു. ഇവിടെയാണെങ്കിൽ വീട്ടിൽ ചുന്നു മുന്നു അവരുടെ വീടിന്റെ മുറ്റത്തിരുന്ന് അവരുടെ പറമ്പിലോട്ട് നോക്കുകയായിരുന്നു. ഏയ് മനോജ്, എവിടെയാ മുന്നു? ചെല്ല്, അച്ഛൻ നിന്നെ വിളിക്കുന്നുണ്ട്. ഞാനെന്താ നിന്റെ അച്ഛന്റെ പണിക്കാരനാണോ? നീ എന്നോടെന്തിനാ കൽപ്പിക്കുന്നത്? ചെല്ല്, എന്നിട്ട് നന്നായിട്ട് കേക്ക് അച്ഛൻ എന്താ പറയുന്നതെന്ന്. അല്ല, നീ പോകുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പോകുന്നേ? പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നീ എന്തിനാ ഇരിക്കുന്നേ? 2 പേരും അവിടെ അങ്ങിരുന്നു. ഇവിടെയാണെങ്കിൽ വയസ്സനായ മഞ്ജുക്കോഴി അവിടെ പിള്ളേരെ വിളിച്ച് വിളിച്ച് മടുത്തു. അയ്യോ, എവിടെ പോയി ചത്തു കിടക്കുക 2 എണ്ണവും? 2 പേരും അച്ഛന്റെ വിളി കേട്ടിട്ട് പോലും അച്ഛന്റെ അടുത്തേക്ക് പോകുന്നില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യവൻ അവനോട് പറയും പോകാൻ, മറ്റവൻ മറ്റവനോട് പറയും. ഇതിനിടയിൽ മഞ്ജുക്കോഴി കൂവിക്കൊണ്ടേയിരുന്നു. മഞ്ജുക്കോഴി വഷളന്മാരായ 2 പിള്ളേരെ കൊണ്ട് ചെറിയൊരു കുടിലാണ് കാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. വീടിനോട് ചേർന്ന് തന്നെ മഞ്ജുക്കോഴിക്ക് ഒരു കൃഷിയിടം ഉണ്ടായിരുന്നു. അതിലവൻ എപ്പോഴും നെൽകൃഷി നടത്തുമായിരുന്നു. മഞ്ജുക്കോഴിന്റെ 2 പിള്ളേരും വഷളന്മാരായിരുന്നു. അതുകൂടാണ്ട് ചെറുപ്പത്തിൽ തന്നെ 2 പേരും വഴക്കിട്ട് 2 ശത്രുക്കളെ പോലെയാണ് ജീവിച്ചത്. അവര് തമ്മിൽ ഒട്ടും തന്നെ ചേർച്ചയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വെറുപ്പായിരുന്നു. അങ്ങനെ നിലവിളിച്ച് മഞ്ജുക്കോഴി മരിച്ചുപോകും. മഞ്ജുക്കോഴിക്ക് ഒരു അസുഖമുണ്ടായിരുന്നു. കുറച്ചേരം കഴിഞ്ഞ്, അയ്യോ, അച്ഛന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എനിക്കെങ്ങനെ അറിയാനാ? 2 പേരും വീടിന്റെ അകത്തേക്ക് ചെന്നു കയറും. അവര് ചെന്ന് നോക്കുമ്പോ മഞ്ജുക്കോഴി ചത്തു കിടക്കുന്നു. അച്ഛൻ മരിച്ചു കിടക്കണ കണ്ട് മുന്നു ജുമ്മു കോഴി കരയാൻ തുടങ്ങി. ജിമ്മു, നീ കാരണം നമ്മുടെ അച്ഛൻ മരിച്ചുപോയി. നീ അച്ഛന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അച്ഛൻ രക്ഷപ്പെടുമായിരുന്നു. ഞാൻ കാരണമല്ല, നീ കാരണമാണ് അച്ഛൻ മരിച്ചു പോയത്. അച്ഛന്റെ അടുത്തേക്ക് വരേണ്ടത് നിന്റെ ജോലിയായിരുന്നില്ലേ? എന്നത്തെയും പോലെ 2 പേരും വഴക്കിടാൻ തുടങ്ങി. 2 പേരും ഇങ്ങനെയായിരുന്നു. 2 പേരും ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് 2 സഹോദരങ്ങളും പിരിഞ്ഞു. ജുമ്മുക്കോഴി അവന്റെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. മുന്നുകോഴിയാണെങ്കിൽ അച്ഛന്റെ കുടിലിൽ തന്നെ താമസിക്കുകയായിരുന്നു. മഞ്ജു കോഴിയുടെ അടുത്ത് 2 വീടുണ്ടായിരുന്നു. നേർക്ക് നേരെ തന്നെയായിരുന്നത്. ഒരു കൃഷിഭൂമി ഉണ്ടായിരുന്നു. 2 വീടിന്റെ നടുക്കായിരുന്നത്. ഒരു വൈകുന്നേരം 2 പേരും പുറത്തേക്ക് വരും. കേക്ക് മുന്നോ, നമ്മള് നമ്മുടെ വീട് ഭാഗം വെച്ചില്ലേ? ഇനി അച്ഛന്റെ ഈ കൃഷിയിടം കൂടി ഭാഗിക്കാനായിട്ടുണ്ട്. ഈ വയലിന്റെ പകുതി എന്റേതും പകുതി നിന്റേതുമാണ്. നീ എന്റെ ഭാഗത്തേക്ക് അതിക്രമിച്ച് കയറരുത്. ഞാനും നിന്റെ ഭാഗത്തേക്ക് അതിക്രമിച്ച് കയറില്ല. മനസ്സിലായോ? 2 പേരും ആ കൃഷിഭൂമിയെ ചൊല്ലി വഴക്കിടാൻ തുടങ്ങി. കൃഷിഭൂമിയെ 2 ആക്കി മാറ്റും. ഒരു വശത്ത് മുന്നു നെൽകൃഷി ചെയ്യും, അപ്പുറത്തെ ഭാഗത്ത് ജുമ്മു നെൽകൃഷി ചെയ്യും. അങ്ങനെ കുറച്ചു നാള് കഴിയും. സഹോദരങ്ങൾ തമ്മിലൊന്നും നോക്കുന്നത് പോലുമില്ല, ഒന്ന് സംസാരിക്കുക പോലുമില്ല. അങ്ങനെ ഒരു ദിവസം 2 പേരുടെയും വിളവ് ശരിയായി. അത് കണ്ട് 2 പേരും അവരവരുടെ ഭൂമിയിൽ നോക്കാൻ തുടങ്ങി. വാ, വിളവൊക്കെ തയ്യാറായി. ഇനി നമ്മുടെ വിളകളൊക്കെ കൊയ്യാം. നാളെ ഞാൻ എന്റെ വിളവെടുക്കും. പാതിരാത്രി സമയം പെട്ടെന്ന് ഭീകരമായ മഴ പെയ്യാൻ തുടങ്ങും. ആ മഴ കാരണം 2 പേരുടെ കൃഷിഭൂമിയിൽ ഉണ്ടായിരുന്ന വിളവ് വെള്ളം കയറി നശിക്കും. അടുത്ത ദിവസം രാവിലെ 2 പേരും അവരവരുടെ വീട്ടിൽ നിന്നും പുറത്തു വന്നു. അവരുടെ കൃഷി തകർന്നത് കണ്ട് 2 പേരും ഞെട്ടിപ്പോകും. അയ്യോ, എന്റെ വിളവ് എങ്ങനെ നശിച്ചു പോയി? അയ്യോ അയ്യോ, എന്റെ വിളവ് നശിച്ചു പോയല്ലോ. ഞാനും കൊള്ളയടിക്കപ്പെട്ടു. എന്റെ വിളവ് നശിപ്പിക്കപ്പെട്ടു. ഇത് തീർച്ചയായും നിന്റെ പണി തന്നെയാ മുന്നു. നീയല്ല എന്റെ വിളവെല്ലാം നശിപ്പിച്ചത്. ഞാനല്ല, നീ എന്റെ വിളവെല്ലാം നശിപ്പിച്ചത്. ലോകത്തിൽ എന്റെ ഏറ്റവും വലിയ ശത്രു ഉണ്ടെങ്കിൽ അത് നീയാണ് ജുമ്മു. നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി എന്റെ വിളവെല്ലാം നശിപ്പിച്ചല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടില്ല ജുമ്മു. ഞാൻ നിന്നെ കൊന്നുകളയടാ മുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഈ ഒരു കാര്യത്തിന് 2 പേരും സംസാരിച്ച് അവസാനം വഴക്കിലെത്തി. ഒരു കാരണമില്ലാതെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. എന്റെ വിളവെല്ലാം നശിപ്പിച്ച എന്റെ ശത്രു, ഞാൻ നിന്നെ കൊല്ലുവടാ. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ ജുമ്മു. ശത്രുക്കളെ പോലെയാണ് വഴക്കിട്ടുകൊണ്ടിരുന്നത് അവർ.
അപ്പോഴേക്കും അവിടെ ഭയങ്കരനായ ഭീകരനായ കഴുകൻ വരും. വിശന്നിരുന്ന കഴുകൻ നല്ല ശക്തിമാനുമായിരുന്നു. ആ കഴുകൻ അവരെ കാണുമ്പോഴേക്കും, കൊള്ളാം വേട്ടക്കാരാ, നടക്ക്. ഇപ്പോ എന്റെ വിശപ്പടക്കാനായി ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതെന്താ, ഈ 2 കോഴികളെന്താ പരസ്പരം പോരടിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് ഈ 2 എണ്ണത്തിനെയും വേട്ടയാടി പിടിക്കാൻ കഴിയില്ല. അപ്പോഴേക്കും സഹോദരങ്ങൾ ഈ ഭയങ്കരനായ കഴുകനെ കാണുന്നത്. അവനെ കണ്ട് 2 പേരും പേടിച്ചു പോകും. അയ്യോ ദൈവമേ, ഈ പരുന്ത് എങ്ങനെയാ ഇവിടെ വന്നത്? ഇവൻ ഇപ്പൊ നമ്മളെ പിടിച്ച് കഴിക്കും. ഇനി നിങ്ങൾ 2 പേരെയും രക്ഷിക്കാൻ ഒരുത്തനും പറ്റില്ല. ഇപ്പൊ നിങ്ങൾ 2 പേരും എന്റെ ഇരകളാണ്. അതുകൊണ്ട് ചാവാൻ വേണ്ടി 2 ഒരുങ്ങിക്കോ. കാരണം ഞാൻ നിങ്ങളെ 2 പേരെയും വളരെ ക്രൂരമായും വേദനിപ്പിച്ചും പതിയെ 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 കഴിക്കാനാ. ഇത് കേട്ട് 2 പേരും പേടിച്ചു പോകും. വേണ്ട പരുന്തമ്മാവ, എന്നെ കൊല്ലരുത്. ഞാൻ അങ്ങയുടെ കാല് പിടിച്ച് പറയാ, എന്നെ കൊല്ലരുത്. അതേ പരുന്തമ്മാവ, എന്നെയും കൊല്ലരുത്. എനിക്ക് വളരെ പെട്ടെന്ന് മരിക്കേണ്ട പരുന്തമ്മാവ. നിങ്ങൾക്കറിയോ ഞാൻ എത്ര ശക്തനും അപകടകാരിയുമാണെന്ന്? ഒരിരയും എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ 2 പേരും പരസ്പരം പോരടിക്കണം. ഒരാളെ പരാജയപ്പെടുത്തുകയും വേണം. നിങ്ങളിൽ ആര് തോൽക്കുന്നുവോ അവനെ ഞാൻ ഭക്ഷിക്കുന്നതായിരിക്കും. ആര് വിജയിക്കുന്നോ അവനെ ഞാൻ വെറുതെ വിടും. ഇത് കേട്ട് 2 കോഴികളും പേടിച്ചു പോകും. കഴുകൻ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ കയറിയിരിക്കും. പോരാട്ടം ആരംഭിക്കട്ടെ. 2 പേരും തമ്മിൽ അടികൂടാൻ തുടങ്ങും. വാ, എന്ത് കാഴ്ചയായത്! 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കിടാൻ തുടങ്ങി. അരമണിക്കൂറോളം വഴക്കിട്ടതിനു ശേഷം 2 സഹോദരങ്ങൾ ബോധം കെട്ട് താഴത്തോട്ട് വീഴും. എണീക്ക് ജുമു, ഈ പോരാട്ടത്തിൽ നീ വിജയിച്ചു. എണീക്ക് മുന്നു, പറയുന്നത് കേക്ക്. അങ്ങനെ 2 പേരും എങ്ങനെയൊക്കെയോ ചാടി എണീക്കും. എന്നിട്ട് എങ്ങനെയൊക്കെയോ 2 പേര് അടികൂടാൻ തുടങ്ങും. 2 പേരുടെ ദേഹത്തിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. നല്ല രീതിയിൽ പരിക്കേറ്റിട്ട് പോലും 2 പേരും തോറ്റുകൊടുത്തില്ല. 2 പേരും ആ കഴുകനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തമ്മിൽ അടികൂടുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം, ഞാൻ തൊട്ടടുത്തുള്ള നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ പോകുന്നു. നിങ്ങൾ 2 പേരും പോരാട്ടം തുടർന്നോളൂ. എപ്പോഴും എന്റെ കണ്ണ് നിങ്ങളുടെ മേലുണ്ടായിരിക്കും. അവിടെ അടുത്തൊരു കുളമുണ്ടായിരുന്നു. കഴുകൻ വെള്ളം കുടിക്കാനായിട്ട് അവിടെ പോകും. ജുമ്മു മുന്നുന്റെ അടുത്ത് അപ്പോഴേക്കും ഒരു ചമേലി കിളി വരും. അല്ല മുന്നു ചേട്ടാ, നിങ്ങൾ 2 പേരും എന്താ ഇങ്ങനെ കിടന്ന് പോരടിക്കുന്നത്? ഞങ്ങളുടെ പോരാട്ടത്തിൽ ജയിക്കുന്ന ആളെ ആ പരുന്തമാവൻ വെറുതെ വിടുന്ന പറഞ്ഞത്. താഴെ വീഴുന്ന ആളെ അത് കൊന്നു തിന്നും. അതുകൊണ്ടാ ഞങ്ങൾ 2 പേരും നിൽക്കാതെ പോരടിക്കുന്നത്. അല്ല വിഡ്ഢി കോഴികളെ, ആ പരുന്ത് നിങ്ങൾ സഹോദരന്മാരെ പൊട്ടന്മാരാക്കുകയാണ്. അതിനറിയാം. നിങ്ങൾ 2 പേരും കൂടി അവന്റെ മുമ്പിൽ നിന്നാല് നിങ്ങളുടെ 2 പേരുടെയും ആക്രമണം കൊണ്ട് ആ പരുന്തിന് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പരുന്തിന് ഒരിക്കലും നിങ്ങളെ 2 പേരെയും കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പരുന്ത് നിങ്ങളുടെ ശത്രുത മുതലെടുത്ത് നിങ്ങളെ 2 പേരെയും പോരടിപ്പിക്കുന്നത്. 2 പേരും പോരടിച്ചതിന് ശേഷം തളർന്നു വീഴുകയും പരിക്കേൽക്കുകയും ചെയ്യും. അപ്പൊ ആ പരുന്തിന് നിങ്ങളെ 2 പേരെയും കൊന്നു തിന്നാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് കേട്ട് 2 പേരും ഞെട്ടിപ്പോകും. അത് ശരിയാ, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചില്ല. നമ്മൾ 2 പേരും ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ആ പരുന്തിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പകരമായി നമ്മളെ 2 സഹോദരന്മാരെയും തമ്മിലടുപ്പിച്ച് അവൻ നമ്മളെ വിഡ്ഢികളാക്കുമായിരുന്നു. എഴുന്നേക്ക്, നിങ്ങൾ 2 പേരും ശത്രുത അവസാനിപ്പിച്ച് ആ പരുന്തിനെ നേരിടുക. നിങ്ങളുടെ 2 പേരുടെയും ആക്രമണത്തിന് മുമ്പിൽ ആ പരുന്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ 2 പേരും രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോഴേ ആ കഴുകൻ അടുത്തേക്ക് വരുവരുടെ. ഇത് കണ്ട ചമേലി കിളി അവിടുന്ന് ഓടിപ്പോകും. മുന്നു, നമ്മൾ 2 പേരും പരസ്പരം പോരടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് നിന്ന് ആ പരുന്തിനെ നേരിടാം. അതെ ജുമു. കഴുകൻ അവരുടെ അടുത്തേക്ക് വരുന്ന സമയം 2 സഹോദരങ്ങളും ധൈര്യത്തോടെ കഴുകന്റെ മുമ്പിൽ നിൽക്കും. എന്തു പറ്റി? എന്താ പോരാട്ടം നിർത്തിക്കളഞ്ഞത്? മതി, ഞങ്ങൾക്ക് നിങ്ങളുടെ അടവൊക്കെ മനസ്സിലായി. ഇനി നിനക്ക് ഞങ്ങളെ വിഡ്ഢികളാക്കാനാവില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരോട് നീ ഏറ്റുമുട്ടാൻ വാ. അത് ശരി, അപ്പൊ നിങ്ങൾ 2 പേരും എന്നെ വെല്ലുവിളിക്കുകയാണല്ലേ?
പരുന്തിനെ വെല്ലുവിളിക്കുകയാണല്ലേ? നിങ്ങളെ ഞാൻ... അപ്പോഴേക്കും കഴുകൻ വന്ന് രണ്ടുപേരെ ആക്രമിക്കാൻ തുടങ്ങുമ്പോ രണ്ട് സഹോദരങ്ങളും ചേർന്ന് ആ കഴുകനെ നല്ല രീതിയിൽ ഇടിക്കും. അത് കാരണം കഴുകന്റെ ശക്തി മുഴുവനും രണ്ടുപേരുടെ മുമ്പിലും അങ്ങ് പോയി. കഴുകൻ ആകെ പരിക്കേറ്റ അവസ്ഥയിലായി. അയ്യോ അയ്യോ, നിർത്ത്. ആ ആ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്ന പരുന്തേ, കണ്ടില്ലേ ഇപ്പൊ നിനക്കെന്താ സംഭവിച്ചതെന്ന്? അപ്പോഴേക്കും സഹോദരങ്ങൾ അവനെ അടിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ കഴുകൻ അവരുടെ ഇടയ്ക്കിൽ നിന്നും അവന്റെ ജീവനും കൊണ്ട് അവിടെ നിന്നങ്ങ് പറന്നു പോകും. ഇത് കണ്ട് രണ്ട് സഹോദരങ്ങൾക്കും സന്തോഷമാകും. അവസാനം നമ്മൾ ആ പരുന്തിനെ തോൽപ്പിച്ചല്ലേ? ആ സഹോദര, നമ്മൾ സഹോദരങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി കൂടെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും പിന്നെ ഉണ്ടാവില്ല. അതേ മുന്നു, നീ പറഞ്ഞത് ശരിയാ. നമ്മൾ ഒന്നിച്ചു നിന്ന ശക്തരാണ്. ഇനി നമ്മുടെ ശത്രുതയെല്ലാം എന്നേക്കുമായി നമ്മൾ അവസാനിപ്പിക്കണം. ഇനി മുതൽ നമ്മൾ രണ്ട് സഹോദരന്മാരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കും. രണ്ട് സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കും. ഇത് കാരണം രണ്ട് സഹോദരങ്ങളുടെ ഇടയ്ക്കുണ്ടായിരുന്ന ശത്രുത അങ്ങ് മാറും. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ സുഖമായി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോ പിള്ളേരെ, ഈ കഥയിൽ നിന്നും പഠിക്കാൻ എന്താണെന്നറിയാമോ? ദുഷ്ടന്മാർക്ക് എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തക്കാര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദുഷ്ടതരത്തിന് എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ചീത്ത കാര്യത്തിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നേരിടാൻ പറ്റും. വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന്. നല്ലൊരു കഥയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരയ്ക്കും സന്തോഷിക്കൂ. എല്ലാവരെയും സഹായിക്കാനും മറക്കരുത്.